45-ാമത്തെ ശ്ലോകം നോക്കാം. സത്യമർത്ഥം ച സമ്പശ്യേദാത്മാനമഥ സാക്ഷിണ ദേശം രൂപം ച കാലം ച വ്യവഹാരവിധൗ സ്ഥിത. സത്യമർത്ഥം ച സമ്പശ്യേദാത്മാനമഥ സാക്ഷിണ ദേശമർത്ഥം ച കാലം ച വ്യവഹാരവിധൗ സ്ഥിത എന്നാണ് അടുത്ത ശ്ലോകം. ഇവിടെ പദച്ഛേദം നോക്കാം. സത്യം അർത്ഥം ച സമ്പശ്യേത് ആത്മാനം അഥ സാക്ഷിണ ദേശം രൂപം ച കാലം ച വ്യവഹാരവിധൗ സ്ഥിത എന്ന് പദച്ഛേദം വരും. ഇവിടെ സമ്പശ്യേത് എന്നതാണ് ക്രിയാരൂപം. കസമ്പശ്യേത് വ്യവഹാരവിധൗ സ്ഥിതഃ രാജാ സമ്പശ്യേത്. കിം കിം സമ്പശ്യേത്? വ്യവഹാരവിധൗ സ്ഥിതഃ രാജാ സത്യം അർത്ഥം ദേശം രൂപം കാലം സാക്ഷിണഃ ച സമ്പശ്യേത്. അഥ വ്യവഹാരവിധൗ സ്ഥിതഃ രാജാ സത്യം അർത്ഥം ദേശം രൂപം കാലം സാക്ഷിണഃ ച സമ്പശ്യേ ആത്മാനം ച സമ്പശ്യേ. അപ്പോൾ അനന്തരം വ്യവഹാരവിധിയിൽ പ്രവൃത്തനായിരിക്കുന്ന രാജാവ് സത്യത്തെയും അർത്ഥത്തെയും ദേശത്തെയും രൂപത്തെയും സാക്ഷികളെയും ആത്മാവിനെ തന്നെയും ദർശിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പശ്യേത് എന്ന വാക്കിന് സമ്യക് പശ്യേത് എന്നാണ്, വേണ്ട പോലെ കാണണം. അപ്പോൾ വ്യവഹാരവിധിയിൽ സ്ഥിതനായിരിക്കുന്ന രാജാവ് സത്യത്തെയും അർത്ഥത്തെയും ആത്മാവിനെയും സാക്ഷികളെയും ദേശത്തെയും രൂപത്തെയും കാലത്തെയും വിധിയാവണ്ണം ദർശിക്കണം, കാണണം എന്നർത്ഥം. കാണ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രമല്ല, ഉള്ളുകൊണ്ട് അറിഞ്ഞ് കാണണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സത്യ ദർശനം ഉണ്ടാവണം. അതുപോലെ അർത്ഥസ്യ ദർശനം അതും ഉണ്ടാവണം. അതുപോലെ ദേശത്തിന്റെ ദർശനം ഉണ്ടാവണം, രൂപദർശനം ഉണ്ടാവണം, ആത്മാനം അവനവനെ തന്നെ ദർശിക്കണം, സാക്ഷികളെ ദർശിക്കണം, ദേശത്തെ ദർശിക്കണം, രൂപത്തെ ദർശിക്കണം, കാലത്തെ ദർശിക്കണം. അപ്പോൾ ഈ ഒരു ഓർഡർ പ്രകാരം തന്നെ വേണം നമ്മൾ ആ ഓരോന്നിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കാൻ. ഇവിടെ സർവജ്ഞനാരായണന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് സത്യം കോ ഭാഗ സത്യ ഇത്, ആരുടെ ഭാഗത്താണ് സത്യം എന്നത്. അർത്ഥം ദണ്ഡാദി സിദ്ധം അർത്ഥം. അതുപോലെ ആത്മാനം രാജാനം അവനവനെ തന്നെ. അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെയും വ്യാഖ്യാനത്തിൽ അർത്ഥം വിസ്തരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതും കൂടിയും നിങ്ങൾ വായിക്കാൻ ശീലിക്കാം. അപ്പൊ സത്യത്തെയും അർത്ഥത്തെയും അവനവനെ തന്നെയും സാക്ഷികളെയും ദേശത്തെയും രൂപത്തെയും കാലത്തെയും വിധിയാവണ്ണം ദർശിച്ചിട്ട് വേണം രാജാവ് വ്യവഹാരവിധി നടത്താൻ.